ഒരു കുലുക്കി ആ മോനെ സുഖേട്ടാ നീയാ എന്താടാ എന്തേ ഇതവളുടെ ഒരു ഗിഫ്റ്റടാ. നിങ്ങൾ നൈസായിട്ട് അവളങ്ങ് സെറ്റ് ആക്കിയില്ലേ? ഒരു റൈഡ് പോവാം. വരുന്നാ വരട്ടെ. കേറ്. എന്റെ അമ്മ അവന്റെ ഒരു ഭാഗ്യം നോക്കി. അപ്പൊ പിന്നെ കാണാം. സൂക്ഷിച്ചിരുന്നോ. ബൈ. സ്പീഡ് പേടിയില്ലല്ലോ. എനിക്ക് സുഖേട്ട ഇവിടെ പോകാൻ നോക്കിയടാ. അമ്മോ, ഈ പോക്ക് പോയ ഇയാളാ പണച്ചാക്കിനെ കെട്ടും. ചൈതന്യൂടാ. നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇനിയിപ്പോ എന്താ നിന്റെ അടുത്ത പരിപാടി ഒന്നും ഇല്ലാത്തോണ്ടല്ലേ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് സുഖേട്ടാ. നീ എന്നെ കുറിച്ച് എന്താ കേട്ടതെന്നൊന്നും എനിക്കറിയില്ല. എന്റെ അവസ്ഥ ഇതൊക്കെയാ. അല്ല, നാട്ടില് നിങ്ങളെ പറ്റി ഭയങ്കര ടോപ്പായിട്ടാണല്ലോ. മോങ്ങാണ്ടി എന്റെ ലെവല് നീ കണ്ടല്ലോ. നിന്നോട് ഞാനൊരു സത്യം പറയാലോ. ഞാനന്ന് നാട് വിട്ടാടാ. ഞാൻ പ്രേമിച്ച പെണ്ണില്ലേ, അവള് വേറെ കെട്ടിയതാർന്നടാ. അവളെ കെട്ടിയൊന്ന് തിരിച്ചു വന്ന് ഞങ്ങൾ രണ്ടിനെയും പൊക്കി. അപ്പൊ ഞാൻ സ്ഥലം വിട്ടു. ഈയിടെ സുഖേട്ട താൻ എന്ത് നീ ഇനി ഇത് തൽക്കാലം വേറെ ആരോടും പറയാൻ നിൽക്കണ്ട. നീ ആ പെണ്ണിന്റെ ചെലവിൽ ജീവിക്കാണ്ട് എങ്ങനെയെങ്കിലും ബാക്കി പേപ്പർ എഴുതിയെടുത്ത് ഒരു ജോലി ഒപ്പിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ജീവിതം എന്നെ പോലെ കുലുക്കിയടിച്ച് തീർക്കേണ്ടി വരൂട്ടാ. പഠിപ്പ് വേണം ബാവേ, അല്ലെങ്കിൽ ജീവിതം ഏണേ കോണേ ത്രികോണേന്നായി. കണ്ടില്ലേ, ഇതാണ് എന്റെ അവസ്ഥ. അപ്പൊ ഓക്കെടാ. മീറ്റിംഗ് എന്തായി? എന്ത് മീറ്റിംഗ്? ഓഫീസിൽ മീറ്റിംഗ് ഉണ്ടെന്നല്ലേ സുനിൽ പറഞ്ഞു? അടിപൊളിയായിരുന്നു, സൂപ്പർ. സുനിൽ ശരിക്കും ജോലിക്ക് പോയോ? പോയി. ഞായറാഴ്ചയോ? ഇൻഫോ പാർക്കിൽ ഏത് കമ്പനിയല്ല ജോലി ചെയ്യുന്നു പറഞ്ഞേ? ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്കിൽ. ടെക്നോ പാർക്ക് ട്രിവാൻഡ്രത്തല്ലേ? അത് ഞങ്ങളുടെ ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ടല്ലോ. എവിടെ? കോട്ടയത്തോ? കോട്ടയത്ത് നമ്മുടെ ഒരു ബ്രിഡ്ജില്ലേ, അതിന്റെ തൊട്ട് സൈഡിലുള്ള ബിൽഡിങ്ങിന്റെ പുറകിൽ ഞങ്ങളുടെ ബ്രാഞ്ച്. കൊച്ചി ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്ന സുനില് കോട്ടയം ടൗണിൽ കൂടെ നിനക്കറിയാൻ നടക്കുന്നേ? സത്യം പറ, എന്നോട് കള്ളം പറഞ്ഞല്ലേ? സുനിൽ ശരിക്കും ജോലിയുണ്ടോ? പണ്ടോട്ടെ ഞാൻ എല്ലാവരുടെ മുന്നിൽ തോറ്റവനാണ് സുമി. ഇപ്പതേ സുമിയുടെ മുന്നിലും. എൻ്റെ അച്ഛനും ചേട്ടനും ഒക്കെ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുള്ളൂ. ചെറുപ്പം വല്ല ചേട്ടനെ പോലെ ആവ്, ചേട്ടനെ പോലെ പഠിക്ക്. ഞാൻ എൻ്റെ ചേട്ടനല്ല, ഞാനല്ലേ സുമി? അല്ലേ സുമി? എൻ്റെ ആഗ്രഹം എന്താണെന്ന് അറിയോ സുമിക്ക്? പഠിച്ചൊരു ബിസിനസ്സുകാരനാണോ. എന്നെ എന്തിനാ അവർ വിട്ടത്? എഞ്ചിനീയറിങ്. ഞാൻ പൊട്ടി. തെറ്റാണോ? എനിക്കറിയില്ല, തെറ്റായിരിക്കും സുമിയുടെ മുന്നിൽ. ബട്ട് എൻ്റെ മുന്നിൽ അത് ഐ വാണ്ട് മൈ ഡ്രീം, ഐ ലൈക്ക് മൈ ഡ്രീം. എനിക്കത് അച്ചീവ് ചെയ്യണം സുമി. ഇപ്പം അന്ന് അവരെന്നെ പഠിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ സുമിയുടെ മുന്നിൽ ഒരു ബിഗ് പേഴ്സൺ ആയിട്ട് നിന്നേനെ. ബട്ട് ഞാൻ തോറ്റു. സുമി, ഐ എം സോറി. കാണുമോ? ആര് പറഞ്ഞു സുനിൽ തോറ്റവനാണെന്ന്? എന്നെ കല്യാണം കഴിച്ചോണ്ട് സുനിലിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും നടക്കാതെ പോകരുത്. അത് ഞാൻ നടത്തിത്തരും. ഇനി മുതല് സുനിലിന്റെ ആഗ്രഹങ്ങൾ എന്റെയും കൂടിയാ. സുല്ലേ, സുല്ലേ എഴുന്നേക്ക്. ഒരു സ്ഥലം വരെ പോണം. അതൊക്കെ പറയാം.
പിന്നെ സുനിലിന്റെ ഡോക്യുമെന്റ്സും സർട്ടിഫിക്കറ്റ്സും ഒക്കെ എടുക്കണം. ഓ ലോൺ കൊച്ചു കള്ളി. നമ്മളെന്താ ഇവിടെ? അതൊക്കെ പറയാം. എന്നാലും പറ. നാൻസി, സുമി സർ, മേ കം ഇൻ? Yes. സർ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്. Come on. Sit. What do you do? ഞാൻ കോട്ടയം റൂറൽ ബാങ്കിലെ ക്ലർക്കാ. Okay. BBA അഡ്മിഷൻ ആണല്ലേ? ആർക്ക്? ഡോ ഇതാരാ? എന്റെ ഭർത്താവാ സർ. ഇവനൊരു ഭർത്താവിന്റെ ലുക്കൊന്നുമില്ലല്ലോ. ഭർത്താവിന് അങ്ങനെ ലുക്കൊക്കെ ഉണ്ടോ? അല്ല, ഒരു കൺവെൻഷണൽ ലുക്കൊക്കെ ഉണ്ടല്ലോ. ഇത് കുറച്ച് അൺകൺവെൻഷനലാ സർ. ഡോ താൻ പോയേ. ഓ സാർ. ഡോ ഒരു മാസമായി ക്ലാസ് തുടങ്ങി. പക്ഷേ നാൻസി പറഞ്ഞുകൊണ്ട് വി വിൽ ടേക്ക് യു. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഇതെന്താണിത്? സുനിൽ ഹാപ്പി അല്ലേ? എന്ത് ഹാപ്പി? ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആഗ്രഹങ്ങൾ സാധിക്കാതെ പോയ ഒരാളുടെ ബുദ്ധിമുട്ട് മറ്റാരെക്കാളും എനിക്കറിയാം. അതെ, എനിക്കിതൊരു ബുദ്ധിമുട്ടാവെന്ന് വിചാരിക്കണ്ട. ചേച്ചി ഇവിടെ വെച്ച് തന്നെ വേണോ റൊമാൻസ്? ഞങ്ങള് മാറി തരണോ? ചേച്ചി ഇങ്ങോട്ടാ മോനെ കണ്ട്. ചേച്ചി സുനിലേ, എഴുന്നേക്ക്, കോളേജിൽ പോവാൻ സമയായി. എനിക്ക് പോണ്ട. എനിക്ക് സുനിലേ, സുനിലേ. കോളേജിൽ ഫസ്റ്റ് ഡേ അല്ലേ? ഓൾ ദി ബെസ്റ്റ്. Binomial distribution can be defined as എന്താലോചിച്ചോണ്ടിരിക്കാ? ഭാര്യയായിരിക്കും. സുഖേട്ടാ, ഒരു പ്രശ്നം. എന്താടാ? അവളെന്നെ ഒരു LKG ആയിട്ടാണ് കാണുന്നത്. അപ്പോ നിങ്ങൾ തമ്മിൽ പരിപാടിയൊന്നും നടന്നിട്ടില്ലേ? ആ, ഇനി ഈ കാര്യത്തിൽ ഞാൻ നിന്നെ ഉപദേശിച്ചില്ല എന്ന് വേണ്ട. ശ്രദ്ധിച്ചു കേട്ടോ. ആദ്യം തന്നെ നല്ല പിയർ സോപ്പിട്ടൊരു കുളി എന്നൊക്കെ വെച്ചാ നല്ല പതപ്പിച്ച് ആസ്വദിച്ച് വേണം കുളിക്കാൻ. പിന്നെ നമ്മളെ പോൺസിന്റെ പൗഡറില്ലേ, അത് മേലാകെ തൊട്ടില്ല എന്നും പറഞ്ഞങ്ങ് പൂശി വിടണം. പിന്നെ ചന്ദനത്തിന്റെ അത്തർ കഴുത്തിലൂടെ ഇങ്ങനെ മിന്നിച്ച് വിട്ടേക്കണം. നല്ല തേച്ച് വടിച്ച വെള്ള ഷർട്ടും പിന്നെ ഒരു നൈസ് മുണ്ടും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഷർട്ടിന്റെ ആദ്യത്തെ 2 ബട്ടൺ തുറന്നിട്ടണം. ഫാൻ അത് ഫുൾ സ്പീഡിൽ അങ്ങ് കറങ്ങിക്കോട്ടെ. ഇലയിൽ പൊതിഞ്ഞു വെച്ച നല്ല ഫ്രഷ് മുല്ലപ്പൂവ് ടേബിളിൽ എവിടെയെങ്കിലും വെച്ച് നീ അങ്ങോട്ട് മാറി നിന്നോണം. ഡോറ് തുറന്ന് അവൾ അകത്ത് വരുമ്പോ ആ മുല്ലപ്പൂവിന്റെയും അത്തറിന്റെയും മണമിങ്ങനെ കാറ്റിലങ്ങ് പാറി പറന്ന് നിന്റെ ആ നിപ്പും ആ നോട്ടവും. ഓ സുനിലേ, ബാക്കി നീ കണ്ടറിഞ്ഞു. ഐ ലവ് ഇറ്റ്. സുനിലേ, ഇത് ക്ലാസ്സിലേക്ക് വേണ്ട ബുക്സാ. നല്ലോണം പഠിക്കണേ. ഓക്കെ. അവന്റെ ഒരു ഉണക്ക പൂവുമാണോ? എന്താ സെറ്റായില്ലേ? ഇല്ല. അല്ലെങ്കിൽ നമുക്കിതൊക്കെ പറഞ്ഞിട്ടുള്ളൂ.
ആ നാൻസി, സുനിൽ എങ്ങോട്ടാ? ഞാൻ കോളേജിലോട്ട്. കോളേജിലോട്ടല്ലെന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ അങ്ങോട്ട് പോവാനാ? അത് സുനിലല്ലേ പറയണ്ടേ? എന്നെ നാൻസി വിളിച്ചിരുന്നു. ഒരാഴ്ചയല്ലേ കോളേജിൽ പോയിട്ട്. എന്താ സുനിലിന്റെ പ്രശ്നം? ഈ ബുക്സ് ഇവിടെ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസമായി, ഒന്ന് തൊട്ടുപോലും നോക്കിയിട്ടില്ല. സുനിലിന്റെ ആഗ്രഹപ്രകാരമല്ലേ കോളേജ് വിട്ടത്? ഞാൻ പറഞ്ഞിട്ടാണ് എന്നെ കോളേജിൽ വിട്ട്. സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്ന് തീരുമാനിച്ചിട്ട് എന്റെ മെക്കിടേറല്ലേ കോപ്പ്. ആ കോളേജിൽ കിടന്ന് അനുഭവിക്കണേ എനിക്കറിയൂ. എനിക്കറിയാം താൻ എന്തിനാ എന്നോട് ഇത് ചോദിക്കണേന്ന്. തന്റെ ചെലവ് ഞാൻ ഇവിടെ നിൽക്കണോണ്ടല്ലേ? സുമിത്രേ, എന്താ സുമി പ്രശ്നം? ഇവിടെ പ്രശ്നമൊന്നുമില്ല. ആ രാധ, ഇരിക്കെ. എന്താ സുമിത്രേ, സുമിയും ഭർത്താവും തമ്മിലൊരു സൗന്ദര്യപ്പിണക്കം? ഓ, സ്വന്തം ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തല്ലേ, അനുഭവിക്കട്ടെ. ചേച്ചി എന്റെ കല്യാണ ആ, ഞങ്ങളതങ്ങ് ഉറപ്പിച്ചു. നല്ല സൽസ്വഭാവിയായ കൊച്ച്. ആ കൊച്ചിനാണെങ്കിൽ ഇവനെ ഭയങ്കരമായി അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നാ പിന്നെ അത് നടത്താമെന്ന് ഞങ്ങളങ്ങ് തീരുമാനിച്ചു. ആ, എനിക്ക് സുമിയുടെ കാര്യം ആലോചിക്കുമ്പോഴാ ഒരു വിഷമം. അവൾ എന്തിനാ ഇങ്ങനെ ഒരു കുഴിയിൽ ചെന്ന് ചാടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സുമിത്ര ഇങ്ങോട്ടൊന്ന് നോക്കിയേ, അല്ല ഇവനൊന്ന് നോക്കിയേ. ഇവൻ എന്താ ഒരു കുറവ്? നല്ല ലുക്ക്, നല്ല ജോലി, പിന്നെ പ്രായം ഒരല്പം ഇത്തിരി കൂടുതലുണ്ട്. അതിനെന്താ, നിങ്ങളെ രണ്ടുപേരെ അവൻ പൊന്നുപോലെ നോക്കത്തില്ലായിരുന്നോ? ആ, സുമിത്രയ്ക്ക് അതിനുള്ള യോഗം ഇല്ലാതായിപ്പോയി. ഇത് എവിടെയോ കിടന്ന ഒരു പീക്കിരി ചെറുക്കനും കെട്ടി. സുമിക്ക് ഇത്രയും പ്രായമായതല്ലേ, ഇവക്ക് ഇതിനുള്ള ബോധമൊന്നുമില്ലേ? നിങ്ങളുടെ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതിവിടെ വേണ്ട. അടങ്ങടി. അവയൊന്നും മിണ്ടായിരിക്കും. അതെ, നിങ്ങളുടെ പ്രായം തന്നെയായിരുന്നു എനിക്ക് പ്രശ്നം. അതിനിപ്പോ എന്താ? ഞാൻ ഇയാളോട് പറഞ്ഞു എന്റെ പുറകെ നടക്കാന്. എന്ത് പറഞ്ഞാലും ഇയാളുടെ ഒരു ഓഞ്ഞ ചിരി. അല്ലെങ്കിൽ എന്റെ ഇഷ്ടവും കഷ്ടമൊന്നും ഇവിടെ ആർക്കും അറിയണ്ടല്ലോ. മതി മതി, നീ എന്റെ ചെറുക്കനെ അപമാനിച്ചത്. പിന്നെ നിനക്ക് പ്രായം 20 എവിടെങ്ങാണ്ട് കിടന്നൊരു പാവം കൊച്ചു പയ്യനെ പറഞ്ഞു പറ്റിച്ച് കെട്ടിയിട്ട് ആ ചെറുക്കന്റെ ജീവിതം കൂടെ നീ തൊലച്ച് കളഞ്ഞല്ലോടി. പിന്നെ നിനക്ക് ഇവന്റെ പ്രായത്തിനോട് തോന്നിയ അറപ്പും അകൽച്ചയും ആ കൊച്ചു പയ്യന് നിന്നോട് തോന്നിക്കൂടായില്ലല്ലോ. നീ അനുഭവിക്കണം, എന്നാലേ നീ പഠിക്കൂ. സുമിത്രേ, ഞങ്ങൾ ഇറങ്ങുക, വാടാ. ഇതൊന്നും താൻ കാര്യമാക്കി എടുക്കണ്ടോ. ഇനി സുമിയെ വിഷമിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കണേ. എന്നും കൂടെ ഉണ്ടാവണം കേട്ടോ.